ഇൻകം ഫ്രം സാലറി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലേ. സാലറി എന്താണെന്നും അലവൻസുകൾ എന്താണെന്നും അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്താണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ അവസാനമായിട്ട് ഡിസ്കസ് ചെയ്തത് പാർട്ട്ലി ടാക്സബിൾ അലവൻസുകളായിരുന്നു. അപ്പോൾ പാർട്ട്ലി ടാക്സബിൾ അലവൻസിൽ ഒന്നാമത്തെ അലവൻസ് ആണെന്ത്? HRA അഥവാ ഹൗസ് റെൻ്റ് അലവൻസ്. എല്ലാ എക്സാമിനും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണെന്ത്? ഹൗസ് റെൻ്റ് അലവൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളൊരു പ്രോബ്ലം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് HRA നോക്കാം. HRAയുടെ കമ്പ്യൂട്ടേഷൻ എങ്ങനെയാണ് വരുന്നത് നോക്കാം. വളരെ സിമ്പിളാണ് HRA കാൽക്കുലേഷൻ. അപ്പോൾ അത് നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. ഫസ്റ്റ് നമുക്ക് എന്താണ് HRA നോക്കാം. ഓക്കെ, അലവൻസ് ഗിവൺ ബൈ എംപ്ലോയർ ടു എംപ്ലോയി ടു മീറ്റ് ദി എക്സ്പെൻസ് ഓഫ് റെൻറ്റഡ് ഹൗസ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, എംപ്ലോയി താമസിക്കുന്നൊരു വീട് വാടകയ്ക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ വാടകയ്ക്കുള്ളൊരു വീട്ടിലാണ് താമസിക്കുന്നത്, വാടക കൊടുത്തുകൊണ്ടാണ് താമസിക്കുന്നത്. അപ്പം ആ വാടക എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എംപ്ലോയർ എന്ത് ചെയ്യാണ്? ഒരു അലവൻസ് തരികയാണ്. അതിനാണ് എന്ത് വിളിക്കുക? HRA അല്ലെങ്കിൽ ഹൗസ് റെൻ്റ് അലവൻസ്. ദ എമൗണ്ട് റിസീവ്ഡ് ഈസ് പാർട്ട്ലി എക്സംപ്റ്റഡ് ഫ്രം ടാക്സ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. പാർട്ട്ലി എക്സംപ്റ്റഡ് അലവൻസിൻ്റെ ഹെഡിലാണ്, കാറ്റഗറിയിലാണ് എന്ത് വരുന്നത്? HRA വരുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിൻ്റാണ് ശ്രദ്ധിക്കേണ്ടത്. ഇൻ കേസ് ദ എംപ്ലോയി ലീവ്സ് ഇൻ ഓൺ ഹൗസ് ആൻഡ് ഡസ് നോട്ട് പേ എനി റെൻറ്റ്, ദ എൻറ്റയർ എമൗണ്ട് വുഡ് ബി ടാക്സബിൾ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ വാടകയ്ക്കാണ് താമസിക്കുന്നതെങ്കിലേ നമുക്ക് എന്ത് കിട്ടാൻ പാടുള്ളൂ? HRA കിട്ടാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ്? പാർട്ട്ലി ടാക്സബിൾ ആണ്. ഇനി നിങ്ങൾ വാടകയ്ക്കൊന്നും താമസിക്കുന്നില്ല, നിങ്ങൾ സ്വന്തം വീട്ടിലാണ് താമസിക്കുന്നത്, എന്നിട്ട് നിങ്ങൾക്ക് HRA കിട്ടുന്നുണ്ട് എങ്കിൽ അതെന്താണ്? പാർട്ട്ലി ടാക്സബിൾ അല്ല, ഫുള്ളി ടാക്സബിൾ ആണ്. ഓക്കെ, അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കാം. ഇനി HRA കാൽക്കുലേഷൻ്റെ റൂൾസാണ് പറയുന്നത്. 3 എമൗണ്ട് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അതിൽ ഏറ്റവും ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് ആയിരിക്കും എന്ത്? എക്സംപ്റ്റ് ടാക്സ്. അല്ലെങ്കിൽ HRAയിലുള്ള എക്സംപ്റ്റ് എമൗണ്ട് കാണാൻ വേണ്ടി നമ്മൾ 3 ഫിഗർ കാണണം. ആ 3 ഫിഗറിൽ ഏതാണോ ഏറ്റവും കുറഞ്ഞ ഫിഗർ അതായിരിക്കും നമ്മുടെ എക്സംപ്റ്റ് HRA. ഓക്കെ ആണല്ലോ. ഓക്കെ, അതിലൊന്നാമത്തെ എന്താണ്? എക്സംപ്റ്റ് HRA കാണാൻ വേണ്ടി നമുക്ക് 3 എമൗണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഒന്നാമത് ആക്ച്വൽ HRA. നമുക്കൊരു വർഷം എത്രയാണ് ആക്ച്വലി HRA എംപ്ലോയറിൻ്റെ കയ്യിൽ നിന്ന് റിസീവ് ചെയ്യുന്നത്, അതാണ് ആക്ച്വൽ HRA. രണ്ടാമത്തെ എന്താണ്? റെൻറ്റ് മൈനസ് 10% ഓഫ് സാലറി. ഇപ്പം നിങ്ങൾ വാടക വീട്ടിൽ താമസിക്കുന്നതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് HRA കിട്ടുന്നത്. അപ്പം നിങ്ങൾ അവിടെ കൊടുക്കുന്ന ആ വാടക വീട്ടിന് കൊടുക്കുന്ന റെൻറ്റ് മൈനസ് 10% ഓഫ് സാലറി, നിങ്ങൾക്ക് കിട്ടുന്ന സാലറിയുടെ 10% മൈനസ് ചെയ്യുക അതിൽ നിന്ന്. ഇപ്പോൾ രണ്ടാമത്തെ ഫിഗർ ആയില്ലേ. മൂന്നാമത്തെ ഫിഗർ എന്താണ്? സിറ്റി പെർസെൻറ്റേജ് ആണ്. അവിടെ 50% ഓഫ് സാലറി ഉണ്ട്, 40% ഓഫ് സാലറി ഉണ്ട്. അപ്പോൾ എപ്പോഴാണ് 50 എടുക്കേണ്ടത്, എപ്പോഴാണ് 40 എടുക്കേണ്ടത് എന്നുള്ള കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. എപ്പോഴാണ് 50 എടുക്കേണ്ടത്? നിങ്ങൾ മെട്രോ സിറ്റീസിലാണ് താമസിക്കുന്നതെങ്കിൽ ആ മെട്രോ സിറ്റീസിനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. മുംബൈ, ഡൽഹി, കൊൽക്കത്ത, ചെന്നൈ. ഈ പറയുന്ന 4 മെട്രോ സിറ്റിയിലാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ നിങ്ങൾ സിറ്റി പെർസെൻറ്റേജ്മെൻറ്റ് എത്രയാണ് എടുക്കേണ്ടത്? സാലറിയുടെ 50%. ഇനി ഈ പറയുന്ന 4 മെട്രോ സിറ്റി അല്ലാതെ മറ്റേതെങ്കിലും സിറ്റിയിലാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിലോ നിങ്ങൾ എത്ര എടുക്കേണ്ടത്? 40% ആണേ. അതെപ്പോഴും ഓർമ്മയിലുണ്ടായിരിക്കണം. 50% എപ്പോഴാണ്, 40% എപ്പോഴാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്തിനാ ഈ 3 ഫിഗറാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ആക്ച്വൽ HRA, റെൻറ്റ് മൈനസ് 10% ഓഫ് സാലറി, പിന്നെ 50% ഓഫ് സാലറി അല്ലെങ്കിൽ 40% ഓഫ് സാലറി. അപ്പം ഇവിടെ രണ്ടാമത്തെ കേസിൽ എന്ത് പറയുന്നുണ്ട്? 10% ഓഫ് സാലറി എന്ന് പറയുന്നുണ്ട് അല്ലേ. മൂന്നാമത്തെ കേസിൽ 50% ഓഫ് സാലറി പറയുന്നുണ്ട്, അതേപോലെ 40% പറയുന്നുണ്ട്. ഇനി ഈ 50%ഉം 40% ഓഫ് സാലറി എന്ന് പറയുന്നത് എന്തിൻ്റെ 50% ആണ്, അല്ലെങ്കിൽ എന്തിൻ്റെ 10% ആണ് നമ്മൾ കാണേണ്ടതാണ്. ഇപ്പോൾ സാലറി എന്ന് പറയുന്നത് അതിൽ എന്തൊക്കെ ഉൾപ്പെടും എന്നുള്ള കൃത്യമായി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൽ ബേസിക് പേ വരുമോ, അല്ലെങ്കിൽ DA വരുമോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എലമെൻസുകൾ വരുമോ എന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വരിക എന്നുള്ളത്. സാലറിയിൽ എന്തൊക്കെ വരും എന്നറിയോ? ബേസിക് സാലറി വരും. അതെന്താണ് വരിക? ബേസിക് സാലറി പ്ലസ് പിന്നെ എന്തൊക്കെ വരും? DA വരും, ഡിയർനെസ് അലവൻസ്. ഈ DA എന്ന് മാത്രം തന്നതിന് നിങ്ങൾ എടുക്കാൻ പാടില്ല കേട്ടോ. എങ്ങനെയായിരിക്കണം? അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ ഫോമിങ് പാർട്ട് ഓഫ് പേ എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. ഓക്കെ, വെറുതെ ഒരു DA തന്നിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാൻ പാടില്ല? കാൽക്കുലേഷനുള്ള സാലറിയിൽ നിങ്ങൾ എടുക്കാൻ പാടില്ല. HRA കാൽക്കുലേഷനുള്ള സാലറിയിൽ എന്ത് എടുക്കാൻ പാടില്ല? DA എന്ന് മാത്രം തന്നു കഴിഞ്ഞാൽ എടുക്കാൻ പാടില്ല. എങ്ങനെ തന്നാൽ എടുക്കാൻ പാടുള്ളൂ? അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് എന്നോ ഫോമിങ് പാർട്ട് ഓഫ് പേ എന്നോ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ബേസിക് പേൻ്റെ കൂടെ എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം.
ദെൻ കമ്മീഷൻ ബേസ്ഡ് ഓൺ ഫിക്സഡ് പെർസെൻറ്റേജ്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡയറക്റ്റ്ലി വെറും കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് മാത്രമാണ് ക്വസ്റ്റ്യനിൽ തരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, സാലറിയിൽ അത് ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് എന്ന് തരുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു കമ്മീഷൻ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഓക്കെ ആണല്ലോ. അപ്പം സാലറി എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്നുള്ള കൃത്യമായിട്ട് ധാരണ ഉണ്ടായിരിക്കണം. HR കാൽക്കുലേറ്റ് ചെയ്യുമ്പം അതിൽ സാലറി എന്ന് പറയുന്ന എലമെൻറ്റിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ഉള്ളത്. ബേസിക് പേ വരുന്നുണ്ട്, DA അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ ഫോമിംഗ് പാർട്ട് ഓഫ് പേ, പിന്നെ കമ്മീഷൻ ബേസ്ഡ് ഓൺ ഫിക്സഡ് പെർസെൻറ്റേജ്. ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. മിസ്റ്റർ എക്സ് ഏൺസ് എ ബേസിക് സാലറി ഓഫ് ₹60,000 per month. He lives in Mumbai and pays a monthly rent of ₹25,000. The actual HRA he gets is ₹20,000 per month. Calculate exempted HRA and taxable HRA. അപ്പോൾ HRA കാൽക്കുലേറ്റ് ചെയ്യുമ്പം നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചതെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. എക്സംപ്റ്റഡ് HRA കാൽക്കുലേറ്റ് ചെയ്യാനാണോ ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ടാക്സബിൾ HRA കാൽക്കുലേറ്റ് ചെയ്യാനാണോ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുമ്പോൾ പറയാം ഇത് രണ്ടും തമ്മിൽ ഡിഫറൻസ് എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പം ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് HRയുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി 3 എലമെൻറ്റ്സ് വേണം അല്ലേ. ഒന്ന് ആക്ച്വൽ HRA റിസീവ്ഡ് വേണം, പിന്നെ റെൻറ്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി, 50% അല്ലെങ്കിൽ 40% ഓഫ് സാലറി. അപ്പോൾ ഒന്നാമത്തെ ഐറ്റം എന്താണ്, ആക്ച്വൽ HRA റിസീവ്ഡ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ നോക്കാം എക്സിന് എത്രയാണ് ആക്ച്വൽ HRA റിസീവ് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യനിൽ എന്ത് പറയുന്നുണ്ട്, ആക്ച്വൽ HRA റിസീവ്ഡ് എത്രയാണ് 20,000 per month. ഒരു മാസം എത്രയാണ് 20,000. അപ്പം ഇവിടെ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്തു, ആക്ച്വൽ HRA റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് 2,40,000. എങ്ങനെയാണ് 2,40,000 ഇട്ടത്, പെർ മന്ത് 20,000 ആണ്. അതിന് നമ്മൾ എന്ത് ചെയ്യുക, 12 മന്ത്സിലേക്ക് കൺവേർട്ട് ചെയ്യുക. 20,000 ഇൻറ്റു 12 ഈസ് ഈക്വൽ ടു 2,40,000. ഇനി എന്താ വേണ്ടത്, റെൻറ്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി, അല്ലെങ്കിൽ റെൻറ്റ് പെയ്ഡ് ഓവർ 10% ഓഫ് സാലറി. അപ്പം നമുക്ക് ആദ്യം എന്ത് വേണം, റെൻറ്റ് പെയ്ഡ് വേണം അല്ലേ. എത്രയാണ് നമ്മൾ റെൻറ്റ് പേ ചെയ്യുന്നത്, ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് അല്ലേ. പേയ്സ് എ മന്ത്ലി റെൻറ്റ് ഓഫ് ₹25,000. മന്ത്ലി റെൻറ്റ് എത്രയാണ് 25,000 രൂപ. അപ്പം 25,000 ഇൻറ്റു എത്ര ചെയ്യണം, 12. നമുക്ക് എത്ര കിട്ടി, 3 lakh rupees കിട്ടി. അതാണ് റെൻറ്റ് പെയ്ഡ്, ഇയർലി റെൻറ്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു സാലറി എന്ന് പറയുമ്പം ബേസിക് പേ വരും, DA അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് വരും, ദെൻ കമ്മീഷൻ ഓൺ ഫിക്സഡ് പെർസെൻറ്റേജ് വരും. പക്ഷേ ഇവിടെ നമുക്ക് ബേസിക് സാലറി മാത്രമേ തന്നിട്ടുള്ളൂ, DA അല്ലെങ്കിൽ എന്താണ് കമ്മീഷൻ അതുപോലുള്ള മറ്റ് എലമെൻറ്റുകളും തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ബേസിക് സാലറി ആയിട്ട് എന്ത് മാത്രം എടുത്താൽ മതി, ബേസിക് പേ മാത്രം എടുത്താൽ മതിയാവും. അപ്പോൾ എന്താ പറഞ്ഞത്, 10% ഓഫ് സാലറി അല്ലേ. അപ്പം സാലറി നമുക്ക് എത്രയാണ് കിട്ടുന്നത്, 60,000 ആണ് സാലറി വരുന്നത്. അപ്പോൾ 60,000 ഇൻറ്റു 12 എത്ര വരുന്നുണ്ട്, 7,20,000. ആ 7,20,000 എത്ര വേണം, 10%. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 72,000. അപ്പം റെൻറ്റ് പെയ്ഡ് എത്രയാണ്, 3 lakhs. അതിൽ നമുക്ക് എന്ത് മൈനസ് ചെയ്യണം, 72,000 മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 2,28,000. ഓക്കെ ആണല്ലോ. ഇനി ഇയാൾ താമസിക്കുന്ന എവിടെയാണ്, മുംബൈയിലാണ്. ഇപ്പം മെട്രോ സിറ്റി ആണല്ലേ, അതുകൊണ്ട് നമുക്ക് എന്ത് വേണം, 50% ഓഫ് സാലറി വേണം. അപ്പോൾ സാലറി നമുക്ക് ഓൾറെഡി കിട്ടി, എത്രയാണ് 7,20,000. ആ 7,20,000 എങ്ങനെയാണ് കിട്ടിയത്, 60,000 ഇൻറ്റു 12 ആണേ. അപ്പോൾ 7,20,000 50% കാണാം, അതിവിടെ കണ്ടിട്ടുണ്ട്. അതായത് 60,000 ഇൻറ്റു 12 കാണാം, ഇയർലി സാലറി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ 7,20,000 കിട്ടും, അതിന് 50% എടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 3,60,000. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ 3 ഫിഗർ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു അല്ലേ. ആക്ച്വൽ HRA റിസീവ്ഡ്, റെൻറ്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി, ദെൻ 50% ഓഫ് സാലറി. ഇതിൽ ഏറ്റവും ചെറിയ എമൗണ്ട് ഏതാണോ അതാണ് നിങ്ങളുടെ എക്സംപ്റ്റ് HRA ആണല്ലോ. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറിയ എമൗണ്ട് ഏതാണ്, 2,28,000. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സംപ്റ്റ് HRA എന്ന് പറയുന്നത്, ഓക്കെ എക്സംപ്റ്റ് HRA എത്രയാണ്, 2,28,000. നമ്മുടെ ഡിഡക്ഷൻ HRA നമുക്ക് കിട്ടുന്ന ഡിഡക്ഷൻ എത്രയാണ്, 2,28,000. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ടാക്സബിൾ കോമ്പണൻറ്റ് ഓഫ് HRA ആണ്. എത്രയാണ് നമ്മൾ ടാക്സബിൾ HRA. അപ്പോൾ നമുക്ക് എത്രയാണ് ആക്ച്വലി HRA കിട്ടുന്നത് നോക്കണം. അല്ലാതെ ആക്ച്വലി നമുക്ക് എത്ര HRA കിട്ടുന്നുണ്ട്, 2,40,000.
ആ 2,40,000 നിന്ന് ഈ ലീസ്റ്റ് എമൗണ്ട്, അതായത് 2,28,000 മൈനസ് ചെയ്താൽ കിട്ടുന്ന എമൗണ്ട് എന്താണോ അതാണ് നമ്മളുടെ ടാക്സബിൾ HR. അപ്പോൾ നമുക്ക് എത്രയാണ് ടാക്സബിൾ HR വരുന്നത്? 12,000. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. നമുക്കൊരു വർഷം കിട്ടുന്ന ആക്ച്വൽ HR എത്രയാണ്? 2,40,000. അതിൽ നിന്ന് എക്സംഷൻ കഴിച്ചിട്ട്, അത് എക്സംഷൻ എത്രയാണ്? 2,28,000. ബാക്കി നമ്മൾ എന്തിനേ ടാക്സ് കൊടുക്കേണ്ടതുള്ളൂ? 12,000 രൂപയ്ക്ക് ടാക്സ് കൊടുക്കേണ്ടതുള്ളൂ. ഓക്കെ, അപ്പോൾ HRA കാൽക്കുലേഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ ആ 3 ഫിഗർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന മാത്രം എന്ത് ചെയ്താൽ മതി? ഓർത്ത് വെച്ചാൽ മതിയാവും. ഓക്കെ.